ഹലോ, നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ട്രിപ്പിൾ ക്രോഷ്യ ഷോർട്ടാക്കിയിട്ട് TR എന്നാണ് പറയാം. അതേപോലെ ട്രിപ്പിൾ ക്രോഷ്യക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ട്രിപ്പിൾ ക്രോഷ്യ എന്നാണ് കേട്ടോ പറയാം. നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി ഒരു 10 ചെയിൻ ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ 10 ചെയിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് 10 ചെയിനിൽ കൂടെ 4 ചെയിൻ അധികം ഇട്ട് കൊടുക്കുക. 1 2 3 4. ഇനി നമ്മൾ ഈ 4 ചെയിൻ അധികം ഇട്ടത് എക്സ്ട്രാ ഇട്ടത് ടേൺ ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വട്ടം യാൺ ഓവർ ചെയ്യണം കേട്ടോ. 1 2. ഇപ്പം നമ്മൾ 2 വട്ടം യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ 4 ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 1 2 3 4. ഈ 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്കാണ് കേട്ടോ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ മാത്രം എടുക്കാം. അപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചെയിനിലും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. 2 വട്ടം യാൺ ഓവർ ചെയ്യണം കേട്ടോ. 2 വട്ടം യാൺ ഓവർ ചെയ്തു. നെക്സ്റ്റ് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ തിരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 1 2 3 4 4 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക. 2 വട്ടം യാൺ ഓവർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക്, ഇപ്പോൾ ഇതിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റത്തെ ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലൂടെ മാത്രം എടുത്തു. ഇപ്പം നമ്മുടെ ഹുക്കിൽ 1 2 3 4 4 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ എടുത്തു. വീണ്ടും നമ്മുടെ ഹുക്കിൽ 1 2 3 3 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലൂടെ എടുത്തു. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക, ബാക്കിയുള്ള 2 ലൂപ്പിലൂടെ എടുക്കുക. ഇതേപോലെ നമുക്ക് ഈ ഒരു റോ ഫുൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോ എങ്ങനെ ചെയ്യണ്ടേ നോക്കാം. 1 2 3 4. നമ്മൾ സെക്കൻഡ് റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 4 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്ക് ടേൺ ചെയ്യാം. വർക്ക് ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും 2 വട്ടം യാൺ ഓവർ ചെയ്യാം. 1 2. ഇനി നമ്മൾ ഈ എക്സ്ട്രാ ഇട്ടിട്ടുള്ള 4 ചെയിൻ 1 2 3 4 ഈ 4 ചെയിൻ സ്കിപ്പ് ചെയ്യുക. ഈ 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ചെയിനിൻ്റെ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ചെയിനിൻ്റെ 2 ലൂപ്പിലൂടെ വരണം കേട്ടോ. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ചെയിനിലൂടെ തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹുക്കിൽ നേരത്തെ പോലെ 4 ലൂപ്പ് ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ, വീണ്ടും 2 വട്ടം യാൺ ഓവർ ചെയ്യാം. അടുത്ത ചെയിനിൽ ഇവിടുന്ന് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുക്കാം. ചെയിനിൻ്റെ 2 ലൂപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടില്ലേന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിലൂടെ. ഇതേപോലെ നമ്മൾ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ഇതെവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വീണ്ടും 2 വട്ടം യാൺ ഓവർ ചെയ്യുക. അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അതേപോലെ അടുത്തത് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെയുള്ള ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതാ 2 ചെയിനിൻ്റെ 2 ലൂപ്പിലും നമ്മൾ ഇൻസേർട്ട് ആയിട്ടുണ്ട് കേട്ടോ. യാൺ ഓവർ ചെയ്തിട്ട് തിരിച്ചെടുക്കാം. ഹുക്കിൽ 4 ലൂപ്പ്, യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പ്, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പ്, വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പ്. ഇതേപോലെ ഈ റോ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. 2 റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ.